രൂപം ഞാൻ നിങ്ങളെ തെളിഞ്ഞു കാണുന്നു. ആദ്യത്തെ ദശകത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ വർണ്ണനയും 100ാമത്തെ ദശകത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ വർണ്ണനയും എന്താ? ഒന്ന് സ്പഷ്ടതയില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ മാർഗം എന്താ? മറ്റേതാ പൂർണ്ണമായിട്ട് മനസ്സിൽ ഗുരുവായൂരപ്പനെ എങ്ങനെ കാണുന്ന ഭാവം. ഈ രണ്ട് ഭാവത്തിലുള്ള പോലെ തന്നെ പ്രകൃതേപരം, പ്രകൃതിയിൽ നിന്നൊക്കെ മാറി എന്നുകൊണ്ട് ആദ്യപുരുഷനായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. മായാ ജവനിക ചന്നം അജ്ഞാതോക്ഷജം അവ്യയം. മായയാകുന്ന ഒരു മൂടുപടത്തിൽ എല്ലാ തരത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ലക്ഷ്യസേ മൂഢനിശ നടോ നാട്യതരോയത. നിരവധി നാട്യങ്ങൾ അഭിനയിച്ചുകൊണ്ട് നടന്മാരെ പോലെ യഥാർത്ഥമായ രൂപത്തെ മുഴുവൻ മറച്ചു വെച്ച് ചില അഭിനയങ്ങൾ വെച്ചുകൊണ്ട് സകലവരെയും അങ്ങ് ഒരു നടന്മാരെ പോലെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഒരു കർട്ടൻ്റെ പുറകിൽ നിന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കാം. നാടകശാലയിലേക്ക് നമ്മളെയൊക്കെ പറഞ്ഞു വിട്ട് ഓരോരോ വേഷങ്ങളെ നമ്മളെ കൊണ്ട് കെട്ടിപ്പിക്കുക, അതിനൊക്കെ നിയന്ത്രിക്കുക, പ്രോംപ്റ്റ് ചെയ്യുക. യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രോംപ്റ്റർ അല്ലേ, കൃത്യമായിട്ടൊരു പ്രോംപ്റ്റർ കർട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ എന്നെ പറയുന്നതായിട്ട് ഡയലോഗൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ അഭിനയിപ്പിക്കുകയല്ലേ ഭഗവാൻ ചെയ്യണത് അല്ലേ? എന്തെല്ലാം ഭാവങ്ങൾ, എന്തെല്ലാം വേഷങ്ങൾ നമ്മളെ കൊണ്ട് കിട്ടിക്കണു ഇല്ലേ? ഒരാൾ തന്നെ എത്ര വേഷം കേട്ടണു. ഞാൻ തന്നെ അച്ഛനാണ്, ഞാൻ തന്നെ ഏട്ടനാണ്, ഞാൻ തന്നെ അനിയനാണ്, ഞാൻ അമ്മാവനാണ്, ഞാൻ കൂട്ടുകാരനാണ്. ഒരാൾ തന്നെ എന്തെല്ലാം ഭാവങ്ങൾ, കൂട്ടുകാരനായിട്ടും അച്ഛനായിട്ടും അമ്മാവനായിട്ടും ഏട്ടനായിട്ടും അനിയനായിട്ടും എന്തെല്ലാം ഭാവങ്ങളിലുള്ള വേഷങ്ങളാണ് കിട്ടണേ. ഓരോ ദിക്കിൽ ചെല്ലുമ്പോൾ ഓരോരോ വേഷങ്ങളിൽ അഭിനയിക്കുകയല്ലേ ചെയ്യണത്. നിരവധി വേഷങ്ങൾ നമ്മളെ കൊണ്ട് കെട്ടിച്ച് അതിനൊക്കെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ തത്വത്തെ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രീയ. ഭക്തിയോഗം കൊണ്ട്, ജ്ഞാനയോഗം കൊണ്ട് അങ്ങയെ തത്വമറിഞ്ഞതായിട്ടുള്ള പരമഹംസന്മാരായിട്ടുള്ള മുനീശ്വരന്മാർക്ക് പോലും അങ്ങയെ പൂർണ്ണമായിട്ടും പിടികിട്ടിയിട്ടില്ല. പിന്നെയാണ് ഒരു ഭക്തിയോഗം കൊണ്ട് അങ്ങയെ വയ്ക്കുന്ന എന്നെ പോലെയുള്ള സാധാരണക്കാരിയായ സ്ത്രീക്ക് എങ്ങനെയാണ് പിടികിട്ടുക? എനിക്ക് ഒന്നേ അറിയാവുള്ളൂ, അങ്ങയുടെ ഈ ഭാവത്തെ കണ്ട് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണൻ വസുദേവരുടെ ഉണ്ണിയായിട്ടുള്ള വാസുദേവ, ദേവകിയുടെ ഉണ്ണിയായിട്ടുള്ള ദേവകീ നന്ദന, നന്ദഗോപരുടെ കുമാരനായിട്ടുള്ള നന്ദഗോപകുമാര, ഗോക്കളെ പരിപാലിക്കുന്നതായിട്ടുള്ള ഗോവിന്ദ, അങ്ങയെ നമസ്കരിക്കുന്നു. നമ പങ്കജനാഭായ. ആരുടെ നാഭിയിൽ നിന്നാണോ പങ്കജമുണ്ടായത്, താമരപ്പൂ ഉണ്ടായത്, പങ്കജമാലിനെ, പങ്കജം കൊണ്ട് താമരപ്പൂ കൊണ്ട് മാല ചാർത്തിയിട്ടുള്ള, താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ മനോഹരമായിട്ട് നേത്രങ്ങളുള്ള, താമരപ്പൂ പോലെ ഏറ്റവും ലളിതമായിട്ടുള്ള പാദകമലങ്ങളോട് കൂടിയിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങ് ആ ദേവിക്ക് കൊടുത്ത അനുഗ്രഹം പോലെ എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും ആശ്രയിച്ചപ്പോൾ അങ്ങ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ആ സ്തുതിയുടെ ഒരു ഭാവം നോക്കൂ, എപ്പോഴും അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. എന്ത് തരം അപകടം ഉണ്ടായി കഴിയുമ്പോഴും അങ്ങ് ആശ്രയിച്ചിട്ടുള്ളൂ. അവിടെ വിഷാൻ മഹാഗ്നേ, വിഷം കൊടുത്തിട്ട് ആ ഭീമനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ മഹാഗ്നേ, അഗ്നിയിലിട്ടിട്ട് അരക്കിലെടുത്തിട്ട് എൻ്റെ കുട്ടികളെ ചുട്ടുകൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ പുരുഷാദ് അദർശനാദ സൽസഭായ വനവാസ കൃച്ഛ്രത, വനവാസകാലത്ത് അസൽസമായ അസത്തുക്കളുടെ സഭയിൽ വെച്ചിട്ട് എൻ്റെ പുത്രന്മാരുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലിയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇപ്പം ഇതാ അനേകമായിട്ടുള്ള മഹാരഥന്മാരുടെ ഇടയിൽ എൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ആ കുട്ടിയെ സംരക്ഷിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഏത് അപകടം വരുമ്പോഴും അങ്ങ് എന്നല്ലേ ആശ്രയമുള്ളൂ. അതുകൊണ്ട് വിപദൽ സന്തു നശ്വൽ തത്ര ജഗൽ ഗുരോ. ഇടയ്ക്കിടയ്ക്ക് ചില ആപത്തുകളും ദുഃഖങ്ങളും ഒക്കെ തന്ന് എന്നെ അനുഗ്രഹിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചില ആപത്തുകൾ തരണം, ചില ദുഃഖങ്ങൾ തരണം. മനസ്സിലായില്ലേ? ആപത്തുകളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ പതുക്കെ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അടുക്കും. സുഖങ്ങളുടെ പുറകെ മനസ്സിങ്ങനെ പാഞ്ഞു നടക്കുമ്പോഴോ അപ്പോൾ ചിലപ്പോൾ ഭഗവാനിലേക്ക് അടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില ദുഃഖങ്ങളും ആപത്തുകളും ഒക്കെയാണ്. അത് നമുക്ക് ദൃഷ്ടാന്തമാണ് അല്ലേ പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സിൽ എനിക്ക് എപ്പോഴും അങ്ങയിലേക്ക് ചേർന്നിരിക്കാനുള്ള രീതിയിലേക്ക് ഉള്ള ഭാവം എൻ്റെ മനസ്സിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണം. അങ്ങ് നമോ അകിഞ്ചന വിത്തായ, അകിഞ്ചനന്മാരുടെ സ്വത്തല്ലേ അങ്ങ്.
സാധുക്കളുടെ ദരിദ്രന്മാരുടെ സ്വത്തായിട്ടുള്ള ഒരിക്കലും നശിച്ചു പോകാത്തതായിട്ടുള്ള സ്വത്തല്ലേ അങ്ങ്. അവരൊന്നും ഭൗതികമായ സ്വത്തൊന്നും ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഭൗതികമായ സ്വത്ത്, നശ്വരമായ സ്വത്തല്ലല്ലോ അവർ ആഗ്രഹിക്കുന്നത്. അവരെ ഒരിക്കലും നശിക്കാത്ത അനശ്വരമായിട്ടുള്ള അഹിഞ്ചരന്മാരുടെ സ്വത്തായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കണോ. ആത്മാരാമൻ ആയിട്ടുള്ളവനും ശാന്തനും അവനവൻ്റെ ഉള്ളിൽ തന്നെ സന്തോഷത്തെ അനുഭവിക്കുന്നതിനുമായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങ് എൻ്റെ കുട്ടികളിലും ആ വൃഷ്ണികളിലൊക്കെയുള്ള എന്നോടുള്ള സ്നേഹമാവുന്ന സ്നേഹപാശം ഇമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. പാണ്ഡുസൂത്രം വരച്ച എൻ്റെ കുട്ടികളിലും വൃഷ്ണികളിലും എനിക്ക് ഉള്ളതായിട്ടുള്ള സ്നേഹം എന്നുള്ള ആ കയറിനെ അങ്ങ് പൊട്ടിച്ചെറിയണം. അത് ഒരു ബന്ധനമാണ്. ഏത് ഭാവത്തിനായാലും ഒന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് സ്നേഹമായാലും അത് കാമ, ദ്വേഷ, ഭയ, സ്നേഹ, ഭക്രിയ, ഏത് ഭാവത്തിനായാലും ഒന്നിനോട്, ഭൗതികമായ വസ്തുക്കളോട് നമ്മൾ മനസ്സ് ചേർന്ന് നിൽക്കുമ്പോൾ അത് ബന്ധനമാകുന്നു. അതുകൊണ്ട് അതിനെ മുറിച്ച് ഇത് മുഴുവൻ അങ്ങയിലേക്ക് ചേരാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ കണ്ണ യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. അഖില ഗുരുവായിട്ടുള്ള യോഗേശ്വരനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങയെ നമസ്കരിക്കണു എന്ന ഭാവത്തിൽ കുന്തിദേവി വന്ന് നമസ്കരിച്ചു, ശരണാഗതി ചെയ്തു. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ഭീഷ്മപിതാമഹരുടെ ഒരു വാത്സല്യം. അഹോ കഷ്ടമഹോ ന്യായം യദ്യോയം ധർമ്മ